അപ്രതീക്ഷിതമായി പെയ്ത വേനൽമഴയിൽ കേളകത്ത് വൻ നാശനഷ്ടം. കേളകത്ത് വിവിധ പ്രദേശങ്ങളിൽ വൻ കൃഷിനാശവും വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. പൊയ്യമലയിലെ അപ്പുറത്തുകാട്ടിൽ വർഗീസ്, കരുവാറ്റ സതീഷ്, ഇല്ലിമുക്കിലെ തയ്യുള്ളതിൽ ചന്ദ്രൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കൂടാതെ പൊയ്യമലയിലെ പുതുശ്ശേരി പോളിന്റെ 250ഓളം വാഴകളും കനത്ത കാറ്റിൽ നിലംപൊത്തി. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയുണ്ടായ മഴയിൽ മലയോര മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് വേണ്ടപ്പെട്ട അധികാരികൾ ഉടനടി നഷ്ടപരിഹാരം നൽകണമെന്നും സ്ഥലം സന്ദർശിച്ച കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് പ്രൈം വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഒരു 3:30 കേളകം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഭീകരമായ കാറ്റും വലിയ പേമാരിയും ഒരുപാട് വീടുകളുടെ മുകളിൽ തെങ്ങ് അടക്കമുള്ള മരങ്ങൾ പിഴുത് എറിയുകയും അതിൻ്റെ ഫലമായി പൂർണ്ണമായും നശിച്ച വീടുകൾ, ഭാഗികമായി നശിച്ച വീടുകൾ ഒട്ടനവധി കേളകം ഗ്രാമപഞ്ചായത്തിൻ്റെ മേഖലകളിലുണ്ടായി. ഒരു സുനിൽ, ഒരു ചന്ദ്രൻ, അതുപോലെ സതീഷ്, അപ്പുറത്തുകാട്ടിൽ വർഗീസ്, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ വീടുകളിൽ മരം വീണ് വീടിന് നാശം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ പിറകിൽ കാണുന്നത് പോൾ എന്ന് പറയുന്ന, പുതുശ്ശേരി പോൾ എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ വാഴക്കൃഷി ഉള്ള സ്ഥലമാണ്. ഒരു 250ലധികം വാഴകളാണ് കൊലയ്ക്കാറായത് ഈ കാറ്റിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. കേളകം ഗ്രാമപഞ്ചായത്തിലുള്ള ഈ നാശത്തിന് കർഷകർക്ക് സംഭവിച്ചത് പാവങ്ങളായ സാധാരണക്കാരായ വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് സംഭവിച്ച നഷ്ടത്തിന് അടിയന്തിരമായി താലൂക്കിൻ്റെ ഭാഗത്തു നിന്നും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സർക്കാർ മുഖാന്തിരം എത്രയും പെട്ടെന്ന് അടിയന്തര സഹായം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു 3:30 ആയിക്കാണ്. വലിയ കാറ്റും അതൊക്കെ ആയിരുന്നല്ലേ? വലിയ കാറ്റും വലിയ ഭയങ്കര ചുറ്റിയുള്ള മരത്തോട് ചുറ്റി അടച്ച് ഭയങ്കര കാറ്റും മഴയായിരുന്നു അല്ലേ? ഏകദേശം എത്ര വാഴ ഇപ്പോൾ ഇവിടെ പോയിരിക്കുന്നത്? ഏകദേശം ഒരു 350 വാഴയുണ്ട് മൊത്തം. അതിൽ ഒരു 10-50 ബാക്കിയുണ്ട്. അതെല്ലാം മൊത്തത്തിലെല്ലാം പോയി. കാരണം കാറ്റൊലച്ചതോടുകൂടിയ ഒലച്ചിട്ട് കിട്ടിയല്ലേ? എല്ലാം ഒരു 10-100 വാഴയുടെ അടുത്ത് കൊല വന്ന വാഴയാണ്. ആണല്ലേ? ഇത് പാട്ടത്തിനടുത്ത് പാട്ടത്തിനടുത്തിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് ബിജു പെരുമത്തറ, വാർഡ് മെമ്പർമാരായ സുനിത രാജു വാത്യാട്ട്, ഷിജി സുരേന്ദ്രൻ, ജയ്മോൻ കൊച്ചിറയ്ക്കൽ എന്നിവരും കൃഷിനാശം സംഭവിച്ച സ്ഥലം സന്ദർശിച്ചു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.